എക്സ്പ്ലോററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് മുട്ടൽ പാർക്കാണ്. സേലത്തിനടുത്തുള്ള മുട്ടൽ വാട്ടർഫാൾസിനോട് ചേർന്ന് കൊടുക്കുന്ന മുട്ടൽ പാർക്ക്. അങ്ങനെ നമ്മൾ മുട്ടൽ പാർക്കിന്റെ എൻട്രൻസിനകത്തേക്ക് കടന്നു. ഇവിടെ ഫോറസ്റ്റിന്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ ഒരു ചെറിയ ഫീസ് ഉണ്ട് ഈ പാർക്കിലേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ട്. ഈ പാർക്ക് കണ്ടതിന് ശേഷം വീണ്ടും ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ നിന്നാണ് നമ്മൾ ഫോറസ്റ്റിനകത്തേക്കുള്ള എൻട്രി മുട്ടൽ വാട്ടർഫാൾസ് കാണാനായിട്ട്. നമുക്ക് ആദ്യം ഈ പാർക്കിന്റെ വിശേഷങ്ങളൊന്ന് കാണാം. വളരെ ഭംഗിയുള്ളൊരു പാർക്കാണിത്. ഇതിന്റെ ഒരു ഭാഗത്ത് ബട്ടർഫ്ലൈ പാർക്ക് കൂടിയുണ്ട്. അങ്ങ് ദൂരെ കാണുന്ന മലനിരകള് മേട്ടൂരിൽ നിന്ന് കാണുന്ന മലനിരകളാണ്. ആ മലനിരകളുടെ മുകളിൽ നിന്ന് വരുന്ന വെള്ളം ആണ് ഈ മുട്ടൽ വാട്ടർഫാൾസ് വഴി വന്ന് ഈ ലേക്കിനകത്ത് നിറയുന്നത്. ഞങ്ങളിവിടെ പോയിരുന്നത് 2024 വർഷം കഴിഞ്ഞതിന് ശേഷമാണ്, മഴക്കാലം കഴിഞ്ഞതിന് ശേഷം. എങ്കിലും വളരെയധികം വെള്ളമുണ്ട് ഇവിടെ. നിങ്ങൾക്കൊക്കെ കാണാം, വെള്ളം ഈ ലേക്ക് നിറഞ്ഞിട്ട് കരയിലേക്ക് കവിഞ്ഞു നിൽക്കുന്നതാണ്. ഇവിടെ ബോട്ട് സർവീസ് ഉണ്ട്. ധാരാളം ടൂറിസ്റ്റുകൾ വരുന്നൊരു സ്ഥലമാണിത്, ഈ മുട്ടൽ വാട്ടർഫാൾസും മുട്ടൽ പാർക്കും. കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു പാർക്കാണിത്. മനോഹരമായി അലങ്കരിച്ചിരിക്കുന്ന പാർക്കാണിത്. ഇതിനകത്ത് അങ്ങിങ്ങായി വളരെയധികം വന്യമൃഗങ്ങളുടെ എല്ലാം പ്രതിമകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നേരെ കാണുന്ന ഒരു ആനയാണ്. ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പ്രതിമകളുടെ പുറത്ത് കയറാനും അതിനോട് ചേർന്ന് നിന്ന് ഫോട്ടോ എടുക്കാനുമുള്ള തിരക്കിലാണ് കുട്ടികളും മുതിർന്നവരും കൂടി. അതിനായിട്ട് തിരക്കെടുക്കുന്നുണ്ട്. നമ്മളങ്ങനെ നേരെ ആദ്യം പോകുന്നത് ഈ വാട്ടർഫാൾസിൽ വന്നു കഴിഞ്ഞ ലേക്കിനുള്ള ബോട്ടിങ്ങിന്റെ ഭാഗത്തേക്കാണ്. സേലത്തിനോടടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ സേലം, ഈ ഏർക്കാട്, പള്ളി ഹിൽസ് എല്ലാം കാണാൻ വരുന്നവർക്ക് പോകാവുന്ന ഒരു ടൂറിസ്റ്റ് സ്പോട്ട് കൂടിയാണ് ഈ മുട്ടൽ വാട്ടർഫാൾസ്. വളരെയധികം സ്ഥലമുള്ള ഒരു പാർക്കാണിത്. കുട്ടികൾക്കുള്ള കളി ഉപകരണങ്ങൾക്ക് കൂടാതെ തന്നെ ധാരാളം വൃക്ഷങ്ങള്, ധാരാളം ചെടികള് എല്ലാം വളരെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വളരെ ഭംഗിയായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന ഒരു പാർക്കാണിത്. ഇവിടെ കാണാം ഈ വെള്ളം, ഈ വർഷക്കാലത്ത് വെള്ളം നിറഞ്ഞിട്ട് കവിഞ്ഞൊഴുകി ഒന്ന് മുകളിലേക്ക് കയറി നിൽക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടത്. ഈ പാർക്കിന്റെ ഏതാണ്ട് ഉള്ളിൽ കയറുന്നവരെ വെള്ളം നിറഞ്ഞു കിടക്കുന്നുണ്ട് ഇപ്പോഴും. ഇതിനോട് ചേർന്നൊരു ക്യാൻറ്റീൻ ഉണ്ട്.
സേലത്തിന്റെ കാഴ്ചകൾ കാണാനായിട്ട് ചെല്ലുന്നവർ പലരും എത്തിപ്പെടാത്തൊരു സ്ഥലമാണിത്. അതുകൊണ്ട് തന്നെയാണ് ഈ പാർക്കിന്റെ മുഴുവൻ വീഡിയോകളും ഇവിടെ കാണിക്കുന്നത്. സേലത്ത് നിന്ന് അല്പം ഏതാണ്ട് 10-20 കിലോമീറ്റർ ദൂരമുണ്ട്. മുട്ടൽ വാട്ടർഫാൾസ് എന്ന് നമ്മൾ ഗൂഗിൾ ചെയ്താൽ തന്നെ ഈ സ്ഥലത്ത് എത്തിച്ചേരാവുന്നതാണ്. ഏതാണ്ട് ഇതിന്റെ ഒരു വശത്തായിട്ട് ഒരു ചിൽഡ്രൻസ് പാർക്ക് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് വേണ്ട മിക്കവാറും എല്ലാ കളി ഉപകരണങ്ങളും ഇതിനകത്തുണ്ട്. ഇവിടെ ഫെൻസിങ് കെട്ടി വെച്ചിരിക്കുന്നത് അതിന്റെ മറുവശത്ത് ആ ലേക്കാണ്. ഇതിനപ്പുറത്ത് ഏതാണ്ട് ചതുപ്പ് സ്ഥലമാണ്. നമ്മളങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കാലെല്ലാം താഴ്ന്നു പോകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഫെൻസിങ് കെട്ടി തിരിച്ചു വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അവിടെ കണ്ടൽ ചെടികളും ഉണ്ട്. പാർക്കിനുള്ളിൽ കൂടെ എല്ലാം നടക്കാനായിട്ട് കൃത്യമായിട്ട് വഴിയുണ്ട്. വളരെയധികം സ്ഥലം ഇതിനകത്ത് നടന്ന് കാണാനായിട്ടുണ്ട്. അത്ര വലിയൊരു പാർക്കാണിത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പാർക്കിന്റെ പല ഭാഗങ്ങളിലായിട്ട് ഇതുപോലെ വന്യമൃഗങ്ങളുടെ എല്ലാം പ്രതിമകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മുകളിൽ നിന്നെല്ലാം വേര് തൂങ്ങിക്കിടക്കുന്ന വലിയൊരു വൃക്ഷമാണ് ഏതാണ്ട് ഈ പാർക്കിന്റെ സെൻട്രലായിട്ട് കാണുന്നത്. നമ്മളിപ്പോൾ എത്തിച്ചേരുന്നത് ബട്ടർഫ്ലൈ പാർക്ക് എന്ന സ്ഥലത്തേക്കാണ്. പക്ഷേ ബട്ടർഫ്ലൈസ് ഒന്നും അധികം കണ്ടില്ല. ഒരു പക്ഷേ ഈ വർഷകാലത്ത് കഴിഞ്ഞുകൊണ്ടായിരിക്കാം പൂക്കളെല്ലാം ഉണ്ടാവുന്നേ ഉള്ളൂ. എന്നാലും അല്പം ബട്ടർഫ്ലൈസ് എല്ലാം നമ്മളവിടെ കണ്ടു. ധാരാളം വൃക്ഷങ്ങളുള്ളത് കൊണ്ട് തന്നെ ഈ പാർക്കിനകത്ത് നല്ല തണലുണ്ട്.
ഇവിടെയാണ് ബട്ടർഫ്ലൈ പാർക്ക്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കൂടി രേഖപ്പെടുത്തുക. ഞങ്ങളങ്ങനെ ബട്ടർഫ്ലൈ പാർക്കിന്റെ ഭാഗത്തു നിന്ന് പുറത്തേക്ക് കടന്നു. വീണ്ടും നമ്മളെ പാർക്കിനകത്തേക്ക് തന്നെ കടന്നു. ഞങ്ങൾ പോയി സേലം ട്രിപ്പിന്റെ ഏതാണ്ട് 5-10 വീഡിയോകൾ ഞങ്ങൾ ഈ ചാനലിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏർക്കാടിന്റെ ഹോഗനിക്കല്, കൊള്ളി ഹിൽസ് വിശദമായിട്ടുള്ള വീഡിയോകളുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ എല്ലാം കാണണമെന്നുണ്ടെങ്കിൽ ഈ ചാനലിനകത്തുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്ലേലിസ്റ്റിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോകൾ കാണാവുന്നതാണ്. താല്പര്യമുള്ളവർ ആ വീഡിയോകൾ കാണുക. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു മുട്ടൽ വാട്ടർഫാൾസിലേക്ക് പോകുന്ന വഴി ഇതാണെന്ന്. പക്ഷേ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ചെക്ക് പോസ്റ്റ് അടച്ചിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ അവിടെ ഒരു ഫോറസ്റ്റ് ഗാർഡ് ഉണ്ടായിരുന്നു. പക്ഷേ വളരെയധികം വെള്ളമുണ്ട്. വെള്ളച്ചാട്ടം വളരെയധികം രൂക്ഷമായതുകൊണ്ട് റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് താൽക്കാലികമായിട്ട് അത് അടച്ചിട്ടിരിക്കേണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ വാട്ടർഫാൾസിനകത്തേക്ക് പോകാൻ കഴിയില്ല. ഈ പാർക്കിൽ നിന്ന് ഏതാണ്ട് 3 കിലോമീറ്റർ നമ്മൾ ഈ കാട്ടിനുള്ളിൽ കൂടെ വേണം അങ്ങോട്ട് പോകാനായിട്ട്. വാഹനം പോകാനായിട്ടുള്ള വഴിയുണ്ട്, എന്നാലും അവിടെ ഇപ്പോൾ എൻട്രി നിരോധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ വാട്ടർഫാൾസ് കാണാതെ തന്നെ മടങ്ങേണ്ടി വന്നു. നിങ്ങൾ ചെന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ അവിടെ എൻട്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ആ വാട്ടർഫാൾസും കൂടി കാണാനായിട്ട് സാധിക്കുന്നതാണ്. തീർച്ചയായിട്ടും അവിടെ അന്വേഷിക്കുക. ഫോറസ്റ്റിന്റെ ഓഫീസുണ്ട്. ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയിൽ മറ്റൊരു സ്ഥലവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.